നമസ്കാരം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇക്കഴിഞ്ഞ ദിവസം നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയകരമായിട്ടുള്ള SDP-യുടെ ഒരു വലിയ പ്രതിഷേധം അരങ്ങേറുകയുണ്ടായി. പ്രതിഷേധം എന്തിന് ആയിരുന്നു എന്ന് ചോദിച്ചാൽ, എന്ത് വിഷയത്തിന് വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ, അവിടുത്തെ ഒരു കെട്ടിടം പൊളിച്ചു കളയണം, അല്ലെങ്കിൽ ആ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളെ സ്ഥിരമായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്താക്കണം. ആരായിരുന്നു ആളുകൾ, അല്ലെങ്കിൽ ആരാണ് ആളുകൾ? സേവാഭാരതി അംഗങ്ങളാണ്. സേവാഭാരതി RSSകാരാണ് എന്നാണ് SDP-കാർ പറയുന്നത്. RSSൻ്റെ അവാന്തര വിഭാഗമാണ്. ദേശീയതയുമായി അടുത്തു നിൽക്കുന്ന പ്രസ്ഥാനം തന്നെയാണ്. പൊതുസേവന രംഗത്ത് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾക്കും എപ്പോഴും എല്ലാ കാലത്തും എവിടെയും മുന്നിട്ടിറങ്ങുന്ന ഒരു സംഘടനയുമാണ്. ആ സംഘടന എന്തിന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ സേവാഭാരതിക്ക് എന്ത് കാര്യമെന്ന് ആലപ്പുഴക്കാരല്ലാത്തവർക്ക് തോന്നിയേക്കാം. പക്ഷേ ആലപ്പുഴക്കാർ, പ്രത്യേകിച്ച് വണ്ടാനം ഭാഗത്തുള്ളവർ, വണ്ടാനം മെഡിക്കൽ കോളേജിൽ സ്ഥിരമായി പോകുന്ന രോഗികൾ, അശരണർ, ഇവരാരും ചോദിക്കില്ല ഈ ചോദ്യം. കാരണം കഴിഞ്ഞ 13 വർഷങ്ങളായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സേവാഭാരതി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അവർക്ക് ഭൂമി അനുവദിച്ച് നൽകപ്പെടുകയും അവിടെ പണിത കെട്ടിടത്തിൽ ഈ അന്നദാനം തുടർന്നു കൊണ്ടുപോവുകയാണ്, അനസ്യൂതം തുടർന്നു കൊണ്ടുപോവുകയാണ്, യാതൊരു തടസ്സവുമില്ലാതെ. ഇപ്പോൾ സേവാഭാരതിയെ അവിടെ നിന്ന് പുറത്താക്കണമെന്ന് SDP പറയുന്നതിൻ്റെ കാരണം എന്താണ്? കാര്യം മറ്റൊന്നുമല്ല, സേവാഭാരതി ഇത്തരത്തിലുള്ള പ്രവർത്തികളിലൂടെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ, 13 വർഷങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഇത്ര പ്രചാരമില്ല. എന്നാൽ ഈ സമീപകാലത്തായിട്ട് കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വൻ പ്രചാരമുണ്ട്. SDP ഒരു അപകടം മുൻകൂട്ടി കാണുന്നു. ആരെങ്കിലും അവിടെ വരുന്ന ഏതെങ്കിലും ഒരു രോഗിയോ ഈ അന്നദാനത്തിൽ നിന്ന് പ്രയോജനം ലഭിച്ച ആരെങ്കിലുമോ, അല്ലെങ്കിൽ ഇത് കാണുന്ന ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തിയോ, ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമല്ലോ, ഇതുമായി നേരിട്ട് ബന്ധമൊന്നുമില്ലാത്തൊരാൾ ഈ വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ സേവാഭാരതിക്ക് വലിയ പ്രചാരം ലഭിക്കുമെന്ന് SDP ഭയപ്പെടുന്നു. സേവാഭാരതിക്ക് പ്രചാരം ലഭിക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? അതുവഴി നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്ന പോലെ RSS വളരില്ലേ, BJP വളരില്ലേ? അത് അപകടമല്ലേ? നമ്മുടെ മതേതര പ്രബുദ്ധ കേരളം ഇങ്ങനെ ഒരു സെക്യുലറിസത്തിൻ്റെ ഫാബ്രിക് കീറാതെ പിടിച്ചു വെച്ചിരിക്കുകയല്ലേ? അവിടെ SDP-ക്കും ഭീകരവാദി മദനിക്കുമൊക്കെ മാത്രമല്ലേ വളരുവാനുള്ള വളക്കൂറുള്ള മണ്ണ് നാം ഒരുക്കുവാൻ പാടുള്ളൂ. അവരെയൊക്കെ എതിർക്കുന്ന, ദേശീയതയോടൊപ്പം നിൽക്കുന്ന BJPക്ക് വളരുവാൻ നാം അവസരം കൊടുക്കാമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് SDP-യെ അലട്ടുന്നത്. SDP-യെ പോലെ തന്നെ UDF-നെയും LDF-നെയും ഒക്കെ ഇത് അലട്ടുന്നുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആണ് ഈ ഭൂമി സേവാഭാരതിക്ക് നൽകപ്പെട്ടത് എന്നുള്ള ഒരു സത്യം കൊണ്ട്, അല്ലെങ്കിൽ വിഷയം കൊണ്ട്, UDF-ന് ഇതിൽ നേരിട്ട് പ്രതികരിക്കുവാൻ സാധ്യമല്ല. കാരണം സേവാഭാരതിക്കെതിരെ പ്രതികരിക്കുവാൻ സാധ്യമല്ല. പ്രത്യേകിച്ചൊരു കാര്യം ഓർക്കുക, ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഒരു അധികം ദൂരമൊന്നുമില്ല നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന്. അധികം ദൂരമില്ല എന്ന് പറഞ്ഞാൽ അല്പം ദൂരമുണ്ട്, എന്നാൽ പോലും നമ്മുടെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ദൂരമൊന്നുമില്ല. ഒരു അത്യാവശ്യം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, 1 മണിക്കൂറിനുള്ളിൽ തന്നെ എത്തിച്ചേരാം, ട്രാഫിക് ഒന്നും ഇല്ലെങ്കിലെന്നാണ് എൻ്റെ ഓർമ്മ. കൃത്യമായിട്ട് ഓർമ്മയില്ല, എന്നാലും ഏതാണ്ട് വലിയ ദൂരമൊന്നുമില്ല. ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലങ്ങൾ ഇതിനോട് ഇത്രയും അടുത്ത് കിടക്കുന്ന ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് ഓഫീസിൽ സേവാഭാരതി പ്രവർത്തിക്കുകയോ ലജ്ജാവഹം എന്നാണ് SDP-കാർ പറയുന്നത്. അവർ പറയുന്നത്, ആദ്യമേ വന്ന അവിടെ ഈ കൂടിയ ജിഹാദികൾ ആവശ്യപ്പെട്ടത് സേവാഭാരതിയെ പുറത്താക്കണമെന്നല്ല, ആ കെട്ടിടം പൊളിച്ചു കളയണമെന്നുള്ളതാണ്. കാരണം അവർക്കറിയാം, കൃത്യമായിട്ട് ആലോചിച്ച് നോക്കി, എത്ര വിദഗ്ധമായി ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അവരവിടെ എത്തിയതെന്ന്. സേവാഭാരതിക്കാണ് ഈ ഭൂമി നൽകപ്പെട്ടത്, അതിൻ്റെ അവകാശം അവർക്കാണ്. എന്നാൽ വണ്ടാനം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നതും അവിടെയുള്ള പ്രവർത്തനങ്ങൾ, അന്നദാനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതും. ഇതെല്ലാം കൃത്യമായി അതിൻ്റെ രജിസ്ട്രേഷൻ വരെ, അടിയാധാരം വരെ പരിശോധിച്ചിട്ടാവണം ആ ജിഹാദികൾ എത്തുന്നത്. ഇതാണ് ഞാൻ പലപ്പോഴും ഈ ജിഹാദികളെ സംബന്ധിച്ച് ഉള്ള വാർത്തകളോ വിശകലനങ്ങളോ കയ്യിലെടുക്കുമ്പോൾ പ്രേക്ഷകരുമായി എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം പങ്കുവയ്ക്കാറുണ്ട്. ഈ ജിഹാദികൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ടേ അവരിറങ്ങാറുള്ളൂ. അവരത്ര ബുദ്ധിമാന്മാരായതുകൊണ്ടല്ല. കാലാകാലങ്ങളായി ഈ സാമൂഹ്യ വിരുദ്ധ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ആ പ്രവർത്തനങ്ങളിൽ നേടിയ അനുഭവ സമ്പത്ത് കൊണ്ട് അവർക്കൊരു കാര്യം കൃത്യമായിട്ടറിയാം. മദനിയിൽ നിന്ന് അവർ പഠിച്ച ഏറ്റവും വലിയ പാഠം, ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. മദനിയിൽ നിന്ന് അവർ പഠിച്ച ഏറ്റവും വലിയ പാഠം, ഒരു വ്യക്തിയെ മാത്രം മുൻനിർത്തി ഇത്തരത്തിലുള്ള ജിഹാദി പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുത്താൽ, ആ ഒറ്റക്കാല് തട്ടിക്കളഞ്ഞ് തൂക്കിയെടുത്ത് അകത്തിട്ടാൽ ആ പ്രസ്ഥാനം ഇടിഞ്ഞു പൊളിഞ്ഞ് ഇല്ലാതായി പോകും. അതുകൊണ്ട് അവർ PFIയിലും സിബിയിലും എല്ലാം ചെയ്തത്, ഇതിനെല്ലാം നേതാക്കളും സെക്രട്ടറിമാരും കാര്യകർത്താക്കളും എല്ലാവരുമുണ്ട് പ്രത്യക്ഷത്തിൽ. പക്ഷേ അവരൊന്നുമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെയൊരു ഘടനയുണ്ടാക്കിയിട്ടാണ് പിന്നീട് അവർ മുന്നോട്ട് പോയത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടി മാത്രമേ അവരെ എന്ത് പ്രക്ഷോഭത്തിനും
ജിഹാദി പ്രവർത്തനത്തിനും ഇറങ്ങിത്തിരിക്കാറുള്ളൂ. അതുപോലെ തന്നെ പഠനങ്ങൾ നടത്തിയാണ് അവർ വണ്ടാനം മെഡിക്കൽ കോളേജിലും എത്തിയത് സേവാഭാരതിയുടെ അന്നദാനം തടയുവാനായിട്ട്. നിയമപരമായിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുവാൻ തങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്നവർക്കറിയാം. സേവാഭാരതിയെ നിയമപരമായി അവിടുന്ന് പുറത്താക്കുക ഏതാണ്ട് അസാധ്യം തന്നെയാണ്. കോടതിയിൽ പോയാൽ കുറേ കാലം കേസുമായി മുന്നോട്ട് പോകാമെന്നുള്ളതല്ലാതെ നിയമപരമായി ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതും അവർക്ക് കൃത്യമായിട്ടറിയാം. പിന്നീട് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്താണ്? അവിടെ ഒരു ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുക. തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അവിടെ വരുന്ന ആളുകളെ ഭയപ്പെടുത്തി തിരിച്ചയക്കുക. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് അടുത്തടുത്ത ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭം തുടരുകയാണെന്നൊന്ന് കരുതുക. പോലീസ് ഇത് കൃത്യമായി ഇടപെട്ട് ഇതിനെ തടഞ്ഞ് അവരെ തിരിച്ചയച്ചില്ലെങ്കിൽ, വിരട്ടി ഓടിച്ചില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭങ്ങൾ തുടരുവാനുള്ള സാധ്യതയുണ്ട്. പ്രക്ഷോഭങ്ങൾ കൂടുതൽ അക്രമാസക്തമാകുകയും അവിടെ അന്നദാനത്തിൻ്റെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി വരുന്ന പാവങ്ങളെ ഭയപ്പെടുത്തിയും ആക്രമിച്ചും ഓടിച്ചു വിടുകയും ചെയ്ത് ഈ പ്രക്രിയ, ഈ അന്നദാനം എന്നുള്ളൊരു സത്കർമ്മം പൂർണ്ണമായും മുടക്കുവാൻ തങ്ങൾക്ക് സാധിക്കുമെന്നൊരു വിശ്വാസം അവർക്കുണ്ട്. സേവാഭാരതിക്കാരോ RSSകാരോ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നുള്ള, അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ, പ്രകോപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ്. പ്രക്ഷോഭങ്ങൾ തുടരുകയാണെങ്കിൽ ആ പ്രകോപനങ്ങളെയോ ആക്രമണത്തെയോ പ്രതിരോധിച്ചാൽ അത് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും തുടർന്ന് താൽക്കാലികമായിട്ടെങ്കിലും ആ കെട്ടിടം അടച്ചിടുവാൻ പ്രദേശത്തെ നിയമവ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന പോലീസെങ്കിലും നിർബന്ധിതമാവും. പിന്നെയും കോടതിയിലേക്ക് എത്തി അതിൻ്റെ തുടർച്ചയായ പ്രക്രിയകൾ വേണം. കോടതി ഉത്തരവിൻ്റെ പിൻബലത്തിൽ വീണ്ടും തുറന്നാൽ വീണ്ടും പ്രക്ഷോഭം ഉണ്ടാക്കും. അങ്ങനെ നിരന്തരമായ തടസ്സങ്ങൾ സൃഷ്ടിച്ചൊടുവിൽ ഈ ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അന്നദാനം എന്ന സത്കർമ്മം, സേവാഭാരതിയുടെ അന്നദാനം എന്ന സത്കർമ്മം 13 വർഷങ്ങളായി ഒരു തടസ്സവുമില്ലാതെ നടന്നു വരുന്ന ഈ സത്കർമ്മം തടസ്സപ്പെടുത്തുവാൻ തങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്, അഹങ്കാരത്തിലാണ് ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ ജിഹാദി പുഴുക്കൾ കിടന്ന് നുളച്ച് പെരുകുന്നത്, അല്ലെങ്കിൽ നുളച്ച് മതിക്കുന്നത്. ഇത് ജിഹാദികൾ സമൂഹത്തിന് ആപത്താണ് എന്നുള്ളത് ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ജിഹാദികളെന്ന് കേട്ടാൽ തന്നെ സാമൂഹിക വിപത്ത്, സമൂഹത്തിന് അപകടം, ഭീകരവാദികൾ, അതൊക്കെയായിരിക്കണം വ്യാഖ്യാനം. വെബ്സ്റ്ററിൽ പോലും അത്തരത്തിലൊരു വ്യാഖ്യാനം നൽകപ്പെടേണ്ടതാണ്. പക്ഷേ അവരിപ്പോൾ കയ്യിലെടുത്തിരിക്കുന്ന വിഷയം നോക്കൂ. സാധാരണക്കാർക്ക് അന്നദാനം ലഭിക്കുന്നു. ഏതെങ്കിലും ഒരു വലിയ സ്വകാര്യ ആശുപത്രിയിലല്ല സേവാഭാരതി ഇത്തരത്തിലൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. മെഡിക്കൽ കോളേജിലാണ്. സാധാരണ ജനങ്ങൾക്ക് രോഗചികിത്സ തേടി ചെല്ലുവാൻ സർക്കാർ പണിയിച്ചിട്ടിരിക്കുന്ന ഒരു ആശുപത്രി. അവിടെ ഈ അന്നദാനം പോലുള്ളൊരു സത്കർമ്മം ചെയ്യുവാനായി സേവാഭാരതിക്ക് ഭൂമി അനുവദിച്ച് നൽകിയതാവട്ടെ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന UDFൻ്റെ, അവർ തന്നെ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും മഹാനായ നേതാവെന്നുള്ള രീതിയിൽ ഉയർത്തിക്കാട്ടുന്ന, അല്ലെങ്കിൽ നേതാക്കളിൽ ഒരാളെന്നുള്ള രീതിയിൽ ഉയർത്തിക്കാട്ടുന്ന ഉമ്മൻചാണ്ടിയാണ് സേവാഭാരതിക്ക് സ്ഥലം അനുവദിച്ച് നൽകിയത്. അതാണ് ഈ SDPI ജിഹാദി ഭീകരന്മാർ തടസ്സപ്പെടുത്തുവാൻ നോക്കുന്നത്, അപഹരിക്കുവാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഇല്ലാതാക്കുവാൻ നോക്കുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.